നയൻതാരയുടെ ലെറ്റർ ടു ധനുഷ്, അത് ലെറ്റർ പോസ്റ്റ് വഴിയല്ല, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ലെറ്റർ. അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? വെരി നൈസ് പേഴ്സൺ, വെരി ഓണസ്റ്റ്, எது இருந்தாலும் டப்புன்னு சொல்லிடுவார். இல்லை நிஜமாவே அது ரொம்ப ஒரு மாதிரியான கேரக்டர். அது டப்புன்னு சொல்லிடுவார். நல்லா இருந்தாலும் சரி, நல்லா இல்லைனாலும் சரி. இது நல்லா இல்லை, கேவலமாக இருக்குது, ஏன் இப்படி இருக்குது அப்படின்னு கேட்டுவிடுவார். நல்லா இருக்கு, நல்லா இருக்கு அப்படின்னு சொல்லுவார். அப்படி இருந்த நான் இப்படி ஆயிட்டேன். God, what are you, man? തമിഴ് സൂപ്പർ താരം നയൻതാര നടനും നിർമ്മാതാവും സംവിധായകനുമായ ധനുഷിനെതിരെ പുറത്തുവിട്ട തുറന്ന കത്ത് തീക്കാറ്റായി ആഞ്ഞടിക്കുകയാണ് തമിഴകത്തും സിനിമാ ലോകം മുഴുവനും. നയൻതാരയുടെ കല്യാണം 2022 നടക്കുന്നു. അപ്പോൾ നയൻതാരയുടെ ആ കല്യാണത്തിൻ്റെ ഹോൾ വീഡിയോ, അതിൻ്റെ ഒരു പാർപ്പവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് അത് നെറ്റ്ഫ്ലിക്സ് എടുക്കുകയുണ്ടായി. നെറ്റ്ഫ്ലിക്സുമായിട്ട് കരാറുണ്ടായിരുന്നു. അപ്പം വേറെ ആരെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ 2022 നടന്ന കല്യാണം ഇപ്പോൾ 2024 ഇപ്പോൾ അവർ അത് പുറത്തു വിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നെറ്റ്ഫ്ലിക്സിനകത്ത് ആ വീഡിയോ കാണാൻ പറ്റും. എന്തുകൊണ്ട് ഈ 2 വർഷമായി അത് വരാമെന്നുള്ളതും അതും ഒരു ചോദ്യചിഹ്നമാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. നയൻതാരയുടെ ഈ കല്യാണത്തിൻ്റെ ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സ് എടുത്തത് അതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് തയ്യാറാക്കുകയാണ്. കല്യാണം, ബാക്കിയുള്ള നയൻതാരയുടെ ഉയർച്ച, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നെറ്റ്ഫ്ലിക്സ് പ്ലാൻ ചെയ്തത്. സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത്. ഇതുൾപ്പെട്ട ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചു. നയൻതാര അങ്ങനെ വന്നപ്പോൾ ധനുഷിൻ്റെ അടുത്ത് നാനും റൗഡിദാൻ എന്ന സമയത്ത് വിഘ്നേഷ് ശിവനും നയൻതാരയും കൂടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ധനുഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ധനുഷ് പ്രൊഡ്യൂസറാണ്, ധനുഷിൻ്റെ റൈറ്റ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ കുറച്ച് കണ്ടൻറ്റ് ധനുഷുമായിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ആ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണ്ടൻറ്റ് ധനുഷിനോട് ചോദിക്കുന്നു. 2 വർഷമായിട്ട് ചോദിക്കുകയായിരുന്നു. അത് പലരെയും കൊണ്ട് ചോദിപ്പിച്ചു, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ ആളുകളെ കൊണ്ട് ചോദിച്ചു എന്നൊക്കെയാണ് നയൻതാര പറയുന്നത്. എന്നിട്ട് ധനുഷ് അതിന് തയ്യാറാവുന്നില്ല. ധനുഷ് മോറലി ഓർ എത്തിക്കലി അത് ചെയ്യുന്നത് റൈറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഇരിക്കെ ധനുഷ് എന്ത് വന്നാലും ധനുഷ് ആ വീഡിയോ നയൻതാരയ്ക്ക് കൊടുക്കുന്നില്ല. അവസാനം നയൻതാര എന്ത് ചെയ്യുന്നു, നയൻതാരയുടെ ഫോണിൽ അന്ന് പടം എടുത്ത സമയത്ത് അവർ പേഴ്സണലായിട്ട് എടുത്ത വീഡിയോസ് അതൊക്കെ ഉള്ളത് നെറ്റ്ഫ്ലിക്സിന് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അത് നെറ്റ്ഫ്ലിക്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നു. അപ്പം അതിനെതിരെ നമ്മുടെ ധനുഷ് അത് ക്ലെയിം ചെയ്യുകയാണ്. അതിന് എനിക്ക് 10 crores വേണം, അത് എൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്തതിന് 10 കോടി എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ധനുഷ് ക്ലെയിം ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. പക്ഷേ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറിയിലോട്ട് നമുക്ക് വരാം. ഈ നാനും റൗഡിദാൻ എന്നുള്ള പടം എടുത്ത സമയത്ത് അപ്പോഴാണല്ലോ ഈ വിഘ്നേഷ് ശിവനും നയൻതാരയും കൂടെ ലവ് ആവുന്നതും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് നമുക്കറിയാം, ഈ ലവ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും പരിസരം മറന്നു പോകും, പലതും സംഭവിക്കാം, പെട്ടെന്ന് സെറ്റിൽ ഉണ്ടാവാതിരിക്കാം, അവർ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയി ലേറ്റായിട്ട് വരാം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നടക്കാം. എസ്പെഷ്യലി അവരുടെ ക്യാഷും അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു ലൈഫ് അനുസരിച്ച് നോക്കുമ്പോൾ കാശും ഒക്കെ ഉള്ള കാരണം അവർക്ക് എങ്ങോട്ട് വേണേലും പോകാനുള്ളതും അല്ലെങ്കിൽ എല്ലാത്തിനുമായുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ ഇരിക്കെ ധനുഷ് ഈ പടം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നാണ് ധനുഷ് പറയുന്നത്. ഇവരുടെ ലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റ് സമയത്തിന് വരാതിരിക്കുക, അത് കാരണം ധനുഷിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി, പടം കൃത്യസമയത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ധനുഷ് ബ്ലെയിം ചെയ്യുകയുണ്ടായി. ഇതിന് നയൻതാര തിരിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് ഈ പടത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റൊന്നും അവസാനം എടുത്തില്ല. അവസാനം നയൻതാരയുടെ കയ്യിൽ നിന്നും കാശ് വിഘ്നേഷിന് കൊടുത്താണ് പടം പൂർത്തീകരിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നാനും റൗഡിദാൻ എന്നുള്ള പടം കഴിഞ്ഞ് അതിൻ്റെ ഒരു അവാർഡ് നയൻതാരയ്ക്ക് കിട്ടുന്നുണ്ട്.
ആ അവാർഡ് കിട്ടുമ്പോൾ നയൻതാര സ്റ്റേജ് വെച്ച് പറയുന്നത്, സോറി ധനുഷ്, എനിക്ക് താങ്കൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ എൻ്റെ അഭിനയം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഞാൻ പ്രവിത എന്നുള്ള പടത്തിൽ എൻ്റെ അഭിനയം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊരു കളിയാക്കൽ രീതിയിൽ ധനുഷിനെ അവിടെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നയൻതാര ചെയ്യുന്നുണ്ട്. നയൻതാരയ്ക്ക് അവാർഡ് കിട്ടുന്ന സമയത്താണ് ഇത് പറയുന്നത് ഓർക്കണം, എൻ്റെ അഭിനയം ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ അവരുടെ ഇതിലുള്ള കോൾഡ് വാറിന് കാരണമായിട്ടുണ്ട്. അന്ന് തൊട്ടേയുള്ള കോൾഡ് വാറാണ്, ഇങ്ങനെ വന്ന് പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അവർ തമ്മിൽ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. അവർ തമ്മിൽ ഇപ്പോൾ പടം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ധനുഷ് ഉള്ളപ്പോൾ അവർ ലവ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ധനുഷിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ഒരു ക്ലാഷ് അല്ലെങ്കിൽ രണ്ട് വലിയ വ്യക്തിത്വങ്ങളുള്ള ഒരു ക്ലാഷ്, കോൾഡ് വാർ അന്ന് തൊട്ടേ ഉണ്ട്. 2014, 2013, 2014 കാലഘട്ടം തൊട്ടേ ഇത് ഉണ്ട്. അത് കഴിഞ്ഞ് അവർ അധികം അങ്ങനെ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള പടങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു പ്രൊഫഷണൽ ഈഗോ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവർ തമ്മിൽ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു എന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ഇവിടെ ധനുഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുണ്ടെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ധനുഷിൻ്റെ കയ്യിലുണ്ടായിരിക്കുന്ന കണ്ടൻറ്റ് അതെങ്ങനെ കൊടുക്കണമെന്നുള്ളത് ധനുഷിൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് നയൻതാര ആ ഒരു കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ നയൻതാര അതിനൊരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ധനുഷ് ഈ ഒരു കണ്ടൻറ്റ് നയൻതാരയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എത്ര വാങ്ങിക്കണം എന്നുള്ള ഒരു അവകാശം ധനുഷിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം ഈ ധനുഷ് നയൻതാര വിഷയത്തിൽ രണ്ടായിട്ട് ചേരുന്ന ആളുകളുണ്ട്. കൂടുതലും ആളുകൾ നയൻതാരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മോറലി നോക്കുകയാണെങ്കിൽ നയൻതാര പറയുന്ന കാര്യത്തിലും ശരിയുണ്ട്. ഒരു 3 മിനിറ്റ് വീഡിയോ ആണ് കണ്ടൻറ്റ്, സ്വന്തം കയ്യിൽ നിന്ന് മൊബൈലിലുണ്ടായിരുന്ന കണ്ടൻറ്റ് എടുക്കുന്നത്. അതിനാണ് ധനുഷ് 10 കോടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും തോന്നും നയൻതാര പറയുന്നത് ശരിയുണ്ട് എന്നുള്ളത് തോന്നും. അതും നയൻതാര ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. ബട്ട് ധനുഷിൻ്റെ ഭാഗത്ത് നോക്കുമ്പം ഇത്രയും കാശ് കൊടുത്ത് ഒരു നെറ്റ്ഫ്ലിക്സിന് കൊടുക്കുമ്പോൾ അപ്പോൾ എനിക്കും എൻ്റേതായ കണ്ടൻറ്റിനുള്ള കാശ് കിട്ടണം എന്നുള്ളത് ധനുഷ് പറയുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇൻഡസ്ട്രിയിലുള്ളവർ കൂടുതലും നയൻതാരയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 3 മിനിറ്റ് വീഡിയോയ്ക്ക് 10 കോടി ചോദിക്കുന്ന ധനുഷിൻ്റെ ക്രൂരത എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ആയാൽ തന്നെ നമ്മുടെ കണ്ടൻറ്റ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിന് എതിരെ ആരായാലും അത് ക്ലെയിം അല്ലെങ്കിൽ സ്ട്രൈക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്തവർ വളരെ കുറവാണ്. അപ്പം ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെ ലെവലിൽ അത്രയും വലിയ എമൗണ്ട് ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയിൽ, അതും തമിഴ് ഇൻഡസ്ട്രിയിൽ വിത്ത് ഫുൾ ഓഫ് മണി പ്ലസ് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസൊക്കെ വെച്ച് അവർ ചെയ്യുന്നത് നമുക്ക് തെറ്റ് തരാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. ഇത് ബേസിക്കലി അവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം ഇവിടെ കൊണ്ടുവന്നിട്ട് ആകെ രണ്ടുപേരുടെയും ഡിഫമേഷന് കാരണമാകുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ഭാഗത്ത് അവരവരുടെ രീതി ചിന്തിക്കുമ്പോൾ തെറ്റും ശരികളും ഉണ്ടാവാം. അത് അവർ മനസ്സിലാക്കി സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എന്തിട്ടാലും അതൊക്കെ കത്തും. എസ്പെഷ്യലി ഒരു യൂട്യൂബ് ലെവൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലെവലുള്ളവർ ഇട്ടാൽ തന്നെ കത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫെയിമുള്ള പേഴ്സണാലിറ്റീസ് ഇടുമ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് രണ്ടുപേർക്കും മനസ്സിലാവേണ്ടതാണ്. രണ്ട് കൂട്ടമായിട്ട്, രണ്ട് മാസ് ഓഡിയൻസ് രണ്ട് ഭാഗത്തോട്ടും തിരിയും. പിന്നെ ഒരു ക്ലാഷ്, കുറേ പേര് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സോ ഇതിനകത്ത് എനിക്ക് രണ്ടുപേരെയും തെറ്റും ശരിയും പറയാൻ പറ്റില്ല. ബിക്കോസ് രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായ ശരികൾ അവരവരുടെ ശരിയാണ് അവരവർക്കുള്ളത്. പക്ഷേ ലോജിക്കലി ചിന്ത ചെയ്യുമ്പം ധനുഷിൻ്റെ ഭാഗത്ത് ശരിയുണ്ട്. എത്ര രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സിന് അത് വിറ്റുപോയതെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പം ധനുഷ് ആ 10 കോടി ചോദിക്കുന്നത് ചിലപ്പം നെറ്റ്ഫ്ലിക്സ് അത് 200 കോടിക്കോ 80 എത്ര കോടിക്കാണെങ്കിൽ കൊടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല. 80, 90, 100 കോടിക്കായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അറിയില്ല. ഞാൻ കൂടെ ഇപ്പം ആടായി ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.